നമസ്കാരം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ അവരുടെ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തനത്തിലാണ് ഉള്ളത്. ഇപ്പോൾ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നമുക്കൊപ്പം ചേരുകയാണ്. അവർ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ വളരെ സുപരിചിതയാണ്. മണ്ഡലത്തിൽ കൗൺസിലർ എന്ന നിലയിൽ കൂടി വളരെ സുപരിചിതയായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന് ആവശ്യമില്ല. ജനങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള പ്രചരണത്തിന് ആവശ്യമില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത്? ഇങ്ങനെയുണ്ട് റെസ്പോൺസ്. ഇന്നലെ പ്രഖ്യാപനം വന്നു. ഇന്ന് രാവിലെ ശ്രീ അഴകൊടി ദേവീക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടാണ് ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ഇത് ആരംഭിച്ച് ഇന്നത്തെ യാത്രയിലുടനീളം വലിയ സ്വീകാര്യതയാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബി.ജെ.പിക്ക് വളരെ സ്വീകാര്യത കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. അത് ബി.ജെ.പിക്ക് ആദ്യം 7 സീറ്റുകളിൽ മാത്രം ഒതുങ്ങി നിന്ന സാഹചര്യത്തിൽ നിന്നും മാറി ഇരട്ടിയോളം സീറ്റായിട്ട് 13 സീറ്റായിട്ട് ഉയർത്താൻ കോഴിക്കോട് കോർപ്പറേഷനിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് മണ്ഡലത്തിൽ 7 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുത്ത് കൗൺസിലറാക്കി മാറ്റാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഇന്ന് ബി.ജെ.പിക്ക് ജനങ്ങൾ നൽകുന്ന ആ ഒരു പിന്തുണ ബോധ്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ആ പിന്തുണ ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഈ നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാകും. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ റെക്കോർഡ്സ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നോർത്ത് മണ്ഡലത്തിന്റെ വോട്ട് വിഹിതം ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും വർദ്ധിച്ചു വരുന്ന ഒരു പ്രകടനം നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വർധനവ് ഈ തവണ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുമായിട്ടാണ് ഞങ്ങൾ പ്രചരണത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ തവണ ബി.ജെ.പി വിജയിച്ചിട്ടുള്ള 13 കൗൺസിലർ, അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും ഈ പറയുന്ന നോർത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നോർത്തിൻ്റെ എല്ലാ ഭാഗത്തും ബി.ജെ.പിക്ക് വലിയ തരത്തിലുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ശക്തി കേന്ദ്രം എന്ന നിലയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്താം അല്ലേ? അതെ, 7 കൗൺസിലേഴ്സ് ഉണ്ട് ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ. അതുകൂടാതെ 6 സ്ഥലത്ത് ബി.ജെ.പി 2ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോഴും വെറും 10ൽ കുറവ് വോട്ടുകൾ മാത്രം വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില വാർഡുകളുണ്ട്. അപ്പോൾ അത് ആകെ മൊത്തം എടുത്തു നോക്കുന്ന സമയത്ത് ബി.ജെ.പിക്ക് വലിയ ഒരു മുന്നേറ്റം കഴിഞ്ഞ ഇലക്ഷനിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ശ്രീ M.T. രമേശ് ജി മത്സരിച്ചിരുന്ന സമയത്തും അതേ രീതിയിൽ വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള ബി.ജെ.പിയുടെ പ്രകടനം, തിരുവനന്തപുരത്ത് മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ഇന്ന് ബി.ജെ.പിയുടെ പ്രതിനിധികളാണ് എന്നുള്ളത് ജനങ്ങൾ തീർച്ചയായിട്ടും ഇരു കൈയോടെ ബി.ജെ.പിയെ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോൾ ആ സ്വീകാര്യത തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ ഈ ഇലക്ഷനിൽ പടരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മണ്ഡലത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ട്. നമ്മൾ റേസ് ചെയ്ത വിഷയങ്ങളുണ്ട്. നേരത്തെ തന്നെ ബി.ജെ.പി കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉന്നയിച്ചിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം, വേസ്റ്റ് മാനേജ്മെൻറ്റ് വിഷയം, നഗരത്തിലെ ആസൂത്രണത്തിലുള്ള അപാകതകൾ, അങ്ങനെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളെ എങ്ങനെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കുടിവെള്ളത്തിന്റെ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദിജി ജൽജീവൻ മിഷൻ എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ അമൃത് പദ്ധതി ഇന്ന് കേരളത്തിൽ എത്രത്തോളം പ്രാവർത്തികമാക്കി എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം MLA ആയിരുന്ന വ്യക്തി അത് പരിഹരിക്കാൻ വേണ്ടി എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതും തീർച്ചയായിട്ടും ജനങ്ങൾ ഈ ഇലക്ഷനിൽ വിലയിരുത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വെള്ളം ഒരു വശത്ത് വേനൽക്കാലം വരുന്ന സമയത്ത് കുടിവെള്ളം ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ നഗരഹൃദയം മൊത്തമായിട്ടും വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഇതിലും കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിലൂടെ സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ കൂടാതെ നമ്മുടെ സ്റ്റോം വാട്ടർ ഡ്രെയിനേജുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വെച്ചിട്ടുള്ള പല പ്രോജക്റ്റുകളും അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയപ്പെടുമ്പോഴും അതിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതി മൂലം ഇന്നും നഗരഹൃദയം വെള്ളത്തിനടിയിലാണ്. അപ്പോൾ ഈ വെള്ളം കൊണ്ടുള്ള 2 പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇക്കാലം അത്രയും ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. ഈ കോഴിക്കോട് മണ്ഡലത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു വികസന വാഗ്ദാനം എന്താണ്? ബി.ജെ.പി എന്നും മുൻപോട്ട് വെച്ചിട്ടുള്ളത് വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ്. അതേപോലെ തന്നെ ഈ ഇലക്ഷനിലും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മുൻപൊക്കെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിരുന്ന എന്നാൽ ജനങ്ങൾക്ക് കാണാൻ സാധിക്കാതിരുന്ന ആ വികസനങ്ങളെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഈ കുടിവെള്ളത്തിന്റെ വിഷയമായാലും ശരി, 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും കേന്ദ്ര സർക്കാരിന്റെ 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി, എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം എന്ന് പ്രഖ്യാപിച്ച പരിപാടിയുടെ 2ാം ഘട്ടം പിണറായി സർക്കാർ ഒപ്പുവെച്ചിട്ടില്ല. തുടങ്ങി നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, നമ്മുടെ നഗരഹൃദയത്തിലൂടെ പാസ് ചെയ്യുന്ന കെനോലി കനാൽ, അവിടെ വാട്ടർ ഇറിഗേഷൻ കൊണ്ടുവരും എന്നുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും അത് ആശുപത്രികളുടെ മാലിന്യം പേറുന്ന ഒരു സ്ഥിതിയിലൂടെ ജനങ്ങൾ ആ ഭാഗത്തു കൂടെ പോകുമ്പോൾ മൂക്ക് പൊത്തിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ നോർത്ത് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 ആശുപത്രികൾ
മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ബീച്ച് ആശുപത്രി, ഇവിടെയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുമ്പോഴും അത് നിറവേറ്റുന്നതിലുള്ള പരിമിതി മൂലം നിറവേറ്റാൻ ജനപ്രതിനിധികൾ മുൻകൈ എടുക്കാത്തത് കൊണ്ട് ഇന്നും അവിടെയൊക്കെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനൊക്കെ പൂർണ്ണമായിട്ടുള്ള വ്യത്യാസം അത് കേന്ദ്ര പദ്ധതികൾ യഥാവിധി നമ്മുടെ നോർത്ത് മണ്ഡലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അതിനൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വാക്ക്. ഈ ടൂറിസത്തിന് ഒട്ടേറെ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണോ അത്? യഥാവണ്ണം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയും. അതിനെന്തൊക്കെയാണ് കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ജലഗതാഗതം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് കനോലി കനാൽ. പണ്ട് കാലങ്ങളിൽ അതിലൂടെ ജലഗതാഗതം ഉണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിക്കുമെന്നുള്ള വാഗ്ദാനം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കും. മറ്റൊന്ന്, വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ കാരപ്പറമ്പ് ജംഗ്ഷൻ, ഇരഞ്ഞിപ്പാലം ജംഗ്ഷൻ എന്നും ആ കഴുത്തായിട്ട് നിൽക്കുന്ന ആ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. ആ ബ്ലോക്ക് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കും. പിന്നെ നഗരത്തിലേക്ക് എത്തുന്ന ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമാണ് പാർക്കിങ്ങിന്റെ അപര്യാപ്തത. ഇന്നും ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ഫെസിലിറ്റി കൊണ്ടുവരാൻ നമ്മുടെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് മുൻകൈയെടുക്കാൻ ഇന്ന് വരെ ജനപ്രതിനിധികളും ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാക്കി ജനങ്ങളിലേക്ക് യഥാർത്ഥ വികസനം എത്തിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. എന്തായാലും നവ്യ ഹരിദാസ് ഇപ്പോൾ ആദ്യഘട്ട പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രചരണം വീടുകൾ കയറിയുള്ള പ്രധാനപ്പെട്ട കീ വോട്ടർമാരെ കാണുക, അത്തരത്തിലുള്ള ഗൃഹസമ്പർക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നോർത്തിൽ നിന്നും അർജുൻ CNH.